ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിലെ തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഓസ്കാർ പുരസ്കാരത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗം കാസ്റ്റിംഗ് ഡയറക്ടർ. ഓസ്കാർ പുരസ്കാരത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗമാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ഈ അടുത്ത് കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട്സ്കി പാലം ഏത് രാജ്യത്താണ്? കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട്സ്കി പാലം ഏത് രാജ്യത്തിലാണ്? അമേരിക്കയിൽ. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന രാജ്യം. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന രാജ്യം ദുബായ് ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 നവംബറിൽ ആചരിച്ചത്? 75. ഇന്നലെ ആയിരുന്നു അല്ലെ? 26th നവംബർ ആണ്. 2024 75ാമത് വാർഷികമാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75ാമത് വാർഷികമാണ് 2024 നവംബറിൽ ആചരിച്ചത്. 2025 ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദിയാകുന്ന സംസ്ഥാനം ബീഹാർ ആണ്. 2025 ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ബീഹാർ ആണ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ റിവൈസ് ചെയ്തിട്ട് പോവാം. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഓസ്കാർ പുരസ്കാരത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗം ഓസ്കാർ പുരസ്കാരത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗമാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ഈ അടുത്ത് കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോട്ട്സ്കി പാലം ഏത് രാജ്യത്താണ്? ഫ്രാൻസിസ് സ്കോട്ട്സ്കി പാലം അമേരിക്കയിലാണ്. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന രാജ്യം. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന രാജ്യം ദുബായ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ എത്രാമത് വാർഷികമാണ് 2024 നവംബറിൽ ആചരിച്ചത്? 75ാം വാർഷികമാണ്. 2025 ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ബീഹാർ ആണ്. 2025 ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ബീഹാർ. അടുത്തത് 2024 ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി. 2024 ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി കോവളമാണ്. 2024 ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി കോവളം. 2024 JCB സാഹിത്യ പുരസ്കാരം. 2024 JCB സാഹിത്യ പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്കാണ്. ഉപമന്യു ചാറ്റർജി. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഉപമന്യു ചാറ്റർജിക്കാണ്. അടുത്തത് 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് റിയോ ഡി ജനീറോ ആണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ് 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2024 ദേശീയ വായു നിലവാര സൂചികയിൽ 4ാം സ്ഥാനത്തെത്തിയ കേരളത്തിലെ ജില്ല. 2024 ദേശീയ വായു നിലവാര സൂചികയിൽ 4ാം സ്ഥാനത്ത് എത്തിയ ജില്ല, കേരളത്തിലെ ജില്ല തൃശ്ശൂർ ജില്ലയാണ്. 2024 ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് എന്ന പരമോന്നത ബഹുമതി ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. 2024 ഗയാനയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് എക്സലൻസ് ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്.
2024 ആരംഭിച്ച ഇന്ത്യ ഒമാൻ സംയുക്ത നാവികാഭ്യാസം ഇന്ത്യ ഒമാൻ സംയുക്ത നാവികാഭ്യാസം നസീം അൽ ബഹർ എന്നതാണ് 2024 ഇന്ത്യ ഒമാൻ സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേര്. 2024 ആരംഭിച്ച ഇന്ത്യ ഒമാൻ സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് നസീം അൽ ബഹർ. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായികമേളയുടെ പേരാണ് കളിക്കളം. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായികമേളയുടെ പേരാണ് കളിക്കളം. നോക്കാം എന്തൊക്കെ പറഞ്ഞു. 2024 ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദി 2024 ബീച്ച് ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിന്റെ വേദിയാണ് കോവളം. 2024 JCB സാഹിത്യ പുരസ്കാരം 2024 JCB സാഹിത്യ പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്കാണ് 2024 JCB സാഹിത്യ പുരസ്കാരം. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് 2024 G20 ഉച്ചകോടിക്ക് എവിടെയാണ് വേദിയായിട്ടുള്ളത്? ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2024 ദേശീയ വായു നിലവാര സൂചികയിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ 4ാം സ്ഥാനത്തെത്തിയ കേരളത്തിലെ ജില്ലയാണ് തൃശ്ശൂർ. 2024 ദേശീയ വായു നിലവാര സൂചികയിൽ 4ാം സ്ഥാനത്തെത്തിയ കേരളത്തിലെ ജില്ലയാണ് തൃശ്ശൂർ. 2024 ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. 2024 ആരംഭിച്ച ഇന്ത്യ ഒമാൻ സംയുക്ത നാവികാഭ്യാസം നസീം അൽ ബഹർ. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കായികമേളയുടെ പേരാണ് കളിക്കളം. അടുത്തത് 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 ആണ്. 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 ആണ്. 2024 സ്കൂൾ കേരള കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ് ആണ്. 2024 കേരള സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. കേരള റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിതനായത് നിതിൻ അഗർവാൾ. കേരള റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ. 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO ഉച്ചകോടിക്ക് വേദിയായത് ഇസ്ലാമാബാദ് ആണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്. 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അതാണ് SCOയുടെ ഉച്ചകോടിക്ക് വേദിയായത് 2024 SCO ഉച്ചകോടിക്ക് വേദിയായത് ഇസ്ലാമാബാദ് ആണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്. 2024 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം. 2024 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ജോൺ ഹോപ്ഫീൽഡ്, 2 ജെഫ്രി ഹിൻഡൻ. 2024 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം 2 പേരാണ് നേടിയിട്ടുള്ളത്, ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനും. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് ഇവർക്ക് ഈ ഒരു ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനും. 2 പേരിലും ജായുണ്ട്, ഇവിടെ 2 ഹായുണ്ട്. ആ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ നോക്കി വെക്കാവുന്നതാണ്. ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനുമാണ് 2024 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ. അടുത്തത് 2024 സമാധാന നൊബേൽ സമ്മാനം. 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്
നിഹോൺ ഹിൻഡാൻക്യോ ആണ്. നിഹോൺ ഹിൻഡാൻക്യോ. 2024 സമാധാന നൊബേൽ സമ്മാനം നിഹോൺ ഹിൻഡാൻക്യോയ്ക്കാണ്. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾക്കും അതുപോലെ ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന രീതിയിലുള്ള സാക്ഷ്യമൊഴികളിലൂടെയൊക്കെ തെളിയിച്ചതിനൊക്കെ ആയിട്ടാണ് ഈ ഒരു സമാധാന നൊബേൽ പുരസ്കാരം നിഹോൺ ഹിൻഡാൻക്യോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. 2024 സമാധാന നൊബേൽ സമ്മാനം നിഹോൺ ഹിൻഡാൻക്യോയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ജപ്പാനിലെ ഹിരോഷിമയിൽ നിന്നും അതുപോലെ നാഗസാക്കിയിൽ നിന്നും അണുബോംബ് അതിജീവിച്ചവരുടെ ഒരു മാസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്കാണ് കേട്ടോ ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, മെക്സിക്കോയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. മെക്സിക്കോയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്ലൗഡിയ ഷെയിൻബം പാർഡോ. ക്ലൗഡിയ ഷെയിൻബം പാർഡോ. മെക്സിക്കോയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്ലൗഡിയ ഷെയിൻബം പാർഡോ. നമുക്ക് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന് നോക്കാം. 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 ആണ്. 176. 2024 കേരള സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. PR ശ്രീജേഷ്. 2024 സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. കേരള റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിതനായത്. കേരള റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിതനായത് നിതിൻ അഗർവാൾ ആണ്. നിതിൻ അഗർവാൾ. 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO ഉച്ചകോടിക്ക് വേദിയായത് ഇസ്ലാമാബാദ് ആണ്. ഇസ്ലാമാബാദ്. 2024 SCO ഉച്ചകോടിക്ക് വേദിയായത് ഇസ്ലാമാബാദ്. 2024 ഭൗതിക നോബൽ സമ്മാനം. 2024 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം, ഫിസിക്സിനുള്ള നോബൽ സമ്മാനം 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും. ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും. 2024 സമാധാന നോബൽ സമ്മാനം. 2024 സമാധാന നോബൽ സമ്മാനം നിഹോൺ ഹിൻഡാൻക്യോ. നിഹോൺ ഹിൻഡാൻക്യോ. ഹോൺ ഇല്ലെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാവില്ലേ? അപ്പൊ ആ ഒരു രീതിയിലൊന്ന് ഓർക്കാം. നിഹോൺ ഹിൻഡാൻക്യോ. നോ ഹോൺ എന്നുള്ള രീതിയിലും വായിക്കാം അല്ലെ. നിഹോൺ ഹിൻഡാൻക്യോ. നിഹോൺ ഹിൻഡാൻക്യോ സമാധാനം. സമാധാന നൊബേൽ സമ്മാനം. 2024 സമാധാന നൊബേൽ സമ്മാനം നിഹോൺ ഹിൻഡാൻക്യോ. മെക്സിക്കോയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. മെക്സിക്കോയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്ലൗഡിയ ഷെയിൻബം പാർഡോ. ക്ലൗഡിയ ഷെയിൻബം പാർഡോ. ക്ലൗഡിയ ഷെയിൻബം പാർഡോ. അടുത്ത സെറ്റ്. 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച ടെന്നീസ് താരം. 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച ടെന്നീസ് താരമാണ് റഫേൽ നദാൽ. റഫേൽ നദാലാണ് 2024 വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. 2024 ആസിയാൻ ഉച്ചകോടി തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന 10 രാജ്യങ്ങളുടെ സാമ്പത്തിക സംഘടനയാണ് ആസിയാൻ. ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് 2024 വിയന്റിയൻ ആണ്. വിയന്റിയൻ. ലാവോസിലുള്ള വിയന്റിയൻ ആണ് കേട്ടോ. വിയന്റിയൻ. 2024 ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം. ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യയാണ്. 2024 കണ്ണിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ഡിസീസാണ് ട്രക്കോമ. അത് മുക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയാണ് കേട്ടോ. 2024 ട്രക്കോമ മുക്തമായിട്ടുണ്ട് ഇന്ത്യ. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കർ. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് IT മേഖലയിലെ കുടുംബശ്രീയുടെ ആദ്യ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത്? ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് IT മേഖലയിലെ കുടുംബശ്രീയുടെ ആദ്യ സ്റ്റാർട്ടപ്പ്? കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലാണ് IT മേഖലയിലെ കുടുംബശ്രീയുടെ ആദ്യ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ല.
ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരംമുദ്ര. പരംമുദ്രയാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടർ എന്തൊക്കെ പറഞ്ഞു നമ്മള്? 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച ടെന്നീസ് താരം ആരാണ്? റാഫേൽ നദാൽ. റാഫേൽ നദാലാണ്. 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ലാവോസ് ആണ്. വിയന്റിയൻ ലാവോസ്. ലാവോസിലുള്ള വിയന്റിയൻ ആണ്. വിയന്റിയൻ. 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം വിയന്റിയൻ, ലാവോസ്. 2024 ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം. 2024 ലോകാരോഗ്യ സംഘടന ട്രക്കോമ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് IT മേഖലയിലെ കുടുംബശ്രീയുടെ ആദ്യ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത്? ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ കമ്പ്യൂട്ടർ പരംമുദ്രയാണ് കേട്ടോ. അടുത്ത സെറ്റ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് 3 പേർക്ക്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജെമ്പർ. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജെമ്പർ. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ഇവർക്ക് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. 2024 കെമിസ്ട്രി വിഭാഗത്തിലുള്ള നൊബേൽ സമ്മാനം 3 പേർക്കാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജെമ്പർ. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജെമ്പർ. 2023 ലോക പരിസ്ഥിതി ദിന പ്രമേയം. 2023 ലോക പരിസ്ഥിതി ദിന പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ. പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ എന്നതാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ എന്നതാണ് 2023 പരിസ്ഥിതി ദിന പ്രമേയം. 2024 ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2023 പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ. 2024 ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജെമ്പർ. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജെമ്പർ. 2023 ലോക പരിസ്ഥിതി ദിന പ്രമേയം. 2023 ലോക പരിസ്ഥിതി ദിന പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ. പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ. 2024 ലോക പരിസ്ഥിതി ദിന പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. അടുത്ത ചോദ്യം, വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് യൂറോപ്പയിലേക്ക് നാസയാണ് വിക്ഷേപിക്കുന്നത്. നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ചോദ്യം കൃത്യമായിട്ട് നോക്കുക. ചോദ്യത്തിൽ നിന്നും നമുക്ക് മറ്റു ഉത്തരങ്ങൾ കിട്ടിയേക്കാം കേട്ടോ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ഏവിയേഷൻ, എയ്റോസ്പേസ് എന്നീ ഇൻഡസ്ട്രിയിലെ ഉന്നത അംഗീകാരമായ ഏവിയേഷൻ വീക്ക് നെറ്റ്വർക്കിംഗിൽ ലോറേറ്റ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനമാണ് ISRO. ഏവിയേഷൻ, എയ്റോസ്പേസ് ഇൻഡസ്ട്രിയിലെ ഉന്നത അംഗീകാരമായിട്ടുള്ള ഏവിയേഷൻ വീക്ക് നെറ്റ്വർക്കിംഗിൽ ലോറേറ്റ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനമാണ് ISRO. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ശ്രദ്ധേയകരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ചാന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ലോറേറ്റ് അവാർഡ് ISROയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തത്,
ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്താൻ ജപ്പാനുമായി സഹകരിച്ച് ISRO തയ്യാറാക്കുന്ന പദ്ധതിയാണ് ലൂപെക്സ്, ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്താൻ ജപ്പാനുമായി സഹകരിച്ച് ISRO തയ്യാറാക്കുന്ന പദ്ധതി. ജപ്പാനുമായി സഹകരിച്ച് ISRO തയ്യാറാക്കുന്ന പദ്ധതിയാണ് ലൂപെക്സ് അല്ലെങ്കിൽ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. പ്രൊഫഷണൽ കരിയർ അവസാനിപ്പിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരം. പ്രൊഫഷണൽ കരിയർ അവസാനിപ്പിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരമാണ് സൗരവ് ഘോഷാൽ. സൗരവ് ഘോഷാൽ. സൗരവ് ഘോഷാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് ചോദ്യം വന്നേക്കാം. ഇന്ത്യൻ സ്ക്വാഷ് താരമാണ് സൗരവ് ഘോഷാൽ. ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ സ്റ്റാൻഡ് പാഡിൽ ഫെസ്റ്റിവൽ, തുഴച്ചിൽ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. സ്റ്റാൻഡ് പാഡിൽ ഫെസ്റ്റിവലിന്റെ വേദിയാണ് മാംഗ്ലൂർ, കർണാടക. മാംഗ്ലൂർ, കർണാടക. ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ സ്റ്റാൻഡ് പാഡിൽ ഫെസ്റ്റിവൽ വേദിയാണ് മാംഗ്ലൂർ, കർണാടക. കർണാടകയിലെ മാംഗ്ലൂരാണ്. അമ്പെയ്ത്ത് ലോകകപ്പ് പുരുഷന്മാരുടെ റിക്കവർ ടീം വിഭാഗത്തിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. അമ്പെയ്ത്ത് ലോകകപ്പ് പുരുഷന്മാരുടെ റിക്കവർ ടീം വിഭാഗത്തിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിക്കുന്ന പേടകത്തിന്റെ പേരെന്താണ്? യൂറോപ്പ ക്ലിപ്പർ. ഏവിയേഷൻ എയ്റോസ്പേസ് ഇൻഡസ്ട്രിയിലെ ഉന്നത അംഗീകാരമാണ്. ഏതാണ്? ഏവിയേഷൻ വീക്ക് നെറ്റ്വർക്കിംഗ് ലോറേറ്റ് അവാർഡ്. അത് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനമാണ് ISRO. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്താൻ ജപ്പാനുമായി സഹകരിച്ച് ISRO തയ്യാറാക്കുന്ന പദ്ധതിയാണ് ലൂപെക്സ് അല്ലെങ്കിൽ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. പ്രൊഫഷണൽ കരിയർ അവസാനിപ്പിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരം. പ്രൊഫഷണൽ കരിയർ അവസാനിപ്പിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരമാണ് സൗരവ് ഘോഷാൽ. ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ സ്റ്റാൻഡ് പാഡിൽ ഫെസ്റ്റിവൽ വേദിയാണ് മാംഗ്ലൂർ. അമ്പെയ്ത്ത് ലോകകപ്പ് പുരുഷന്മാരുടെ റിക്കവർ ടീം വിഭാഗത്തിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം. 2024 മൂന്നാമത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. 2024 മൂന്നാമത് ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആശാ ഭോസ്ലെക്കാണ്. 2022 നരേന്ദ്രമോദിക്കും. 2024 നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ പാരിസ്ഥിതിക പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ അലോക് ശുക്ല. ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ് മാൻ പാരിസ്ഥിതിക പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല. കുമാരനാശാൻ അന്തരിച്ച വർഷം. 1924 ആണ്. 1924. 2024 ആകുമ്പോൾ 100 വർഷം തികയാണ് അല്ലെ. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2023 2023 കേട്ടോ. 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമ്മൾ 4 പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 2024 മൂന്നാമത് ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. 2023 ആശാ ഭോസ്ലെ. 2022 നരേന്ദ്രമോദി. 2022 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിക്കാണ്. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആശാ ഭോസ്ലെക്കാണ്. 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം മൂന്നാമതായിട്ട് ലഭിച്ചിട്ടുള്ളത് അമിതാഭ് ബച്ചനാണ്. ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ പാരിസ്ഥിതിക പുരസ്കാരം 2024 ലഭിച്ച ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924. 1924.
2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി. വക്കം അബ്ദുൾ ഖാദർ മൗലവി 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFs-ഉം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.